ലെബനാനിലെ ജനങ്ങളുടെ കണ്ണീരിനും യാതനകൾക്കും ഒടുവിൽ ശമനമാകുന്നു. ലെബനാനുമായി വെടിനിർത്തൽ കരാറിന് നെതന്യാഹു സമ്മതം മൂളിയതായാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിന്റെ ഒരു വർഷത്തിലേറെയായി നീണ്ട മനുഷ്യക്കുരുതിക്കാണ് ഇതോടെ അന്ത്യമാവുക. മാത്രമല്ല, ലെബനാനിൽ കൊടും ശൈത്യത്തിന് തുടക്കമാവുകയും ചെയ്തു. നിലവിൽ ക്യാമ്പുകളിൽ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ വസ്ത്രങ്ങളോ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നത്. ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ധാരണ പ്രകാരം വെടിനിർത്തൽ നിലവിൽ വന്നാൽ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാകുമെന്ന കണക്കുകൂട്ടലാണ് ജനങ്ങൾ. അതേസമയം ലെബനാനിലെയും ഗസയിലെയും കൂട്ടക്കുരുതിക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിപ്പിച്ച സാഹചര്യത്തിലാണ് നെതന്യാഹുവിന് മനംമാറ്റം ഉണ്ടായത് എന്ന് വേണം കരുതാൻ. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ബ്രിട്ടൻ നെതന്യാഹുവിന്റെ കൂട്ടക്കുരുതിക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിച്ചാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ ഇസ്രയേലിന്റെ നരനായട്ടിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ഒത്താശയോടെയാണ് ഇസ്രയേൽ ഫലസ്തീൻ വ്യോമാക്രമണം കടുപ്പിച്ചത്. നെതന്യാഹുവിന്റെ കടുത്ത തീരുമാനങ്ങൾക്ക് പിന്നിൽ ബൈഡൻ എന്ന ബുദ്ധി കേന്ദ്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതോടെ നെതന്യാഹുവിനുണ്ടായിരുന്ന പിന്തുണയും കുറയും. ട്രംപ് അമേരിക്കയുടെ തലപ്പത്തേക്ക് വന്നാൽ നെതന്യാഹുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. കാരണം മധ്യേഷ്യയിലെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന പക്ഷക്കാരനാണ് ട്രംപ്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപും ടെക് ഭീമനും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനുമായിട്ടുള്ള മസ്കും കൈകോർത്തിരിക്കുകയാണ്. ട്രംപും മസ്കും ബിസിനസ് നയത്തിൽ ഒരേ നാണയത്തിലെ രണ്ട് വശങ്ങളാണ്. ഇവർക്ക് ബിസിനസ് സ്മൂത്തായി കൊണ്ടുപോകണമെങ്കിൽ യുദ്ധത്തിന് അവസാനമാകണം. യുദ്ധം മുന്നോട്ട് പോയാൽ അത് തങ്ങളുടെ ബിസിനസ്സുകളെ കാര്യമായിട്ട് ബാധിക്കുമെന്നും ഇക്കാര്യത്തിൽ ഇതര രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകില്ല എന്നും ഇരുവർക്കും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹുവിന് ഫലസ്തീനുമായും ഇറാനുമായുള്ള യുദ്ധങ്ങൾക്ക് സലാം പറയേണ്ടി വരുന്നതും. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് ഉടൻ യോഗം ചേരുമെന്നാണ് സൂചന. കരാർ യാഥാർത്ഥ്യമായ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് തെക്കൻ ലെബനനിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങും. ഹിസ്ബുള്ള തങ്ങളുടെ ആയുധങ്ങൾ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് 16 മൈൽ വടക്ക് ലിറ്റാനി നദിക്ക് വടക്കായിട്ട് പിൻവലിക്കും. അതേസമയം ലെബനീസ് സൈന്യം നിലവിലുള്ള UN സമാധാന സേനയ്ക്കൊപ്പം അതിർത്തി മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ നീങ്ങും. ജോ ബൈഡനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് ലെബനീസ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചർച്ചകളിൽ ഹിസ്ബുള്ള നേരിട്ടുള്ള കക്ഷിയായിരുന്നില്ല. കരാറിലെ വ്യവസ്ഥകൾ ഹിസ്ബുള്ളയ്ക്ക് പാലിക്കുമെന്ന് ലെബനൻ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിർദ്ദിഷ്ട വെടിനിർത്തൽ പ്രകാരം അമേരിക്ക 5 രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര നിരീക്ഷണ സമിതിയെ നയിക്കുന്നുണ്ട്. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണിത്. എന്നാൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയാൽ അതിർത്തിയിൽ ഇസ്രയേൽ സൈനിക പ്രവർത്തനങ്ങൾക്ക് അമേരിക്ക പിന്തുണ വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. 2023 ഒക്ടോബർ 8 ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഹിസ്ബുള്ള ഇസ്രയേൽ അതിർത്തി പട്ടണങ്ങളിലേക്ക് ഷെല്ലുകളും മിസൈലുകളും തൊടുത്തുവിട്ടതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. ലെബനനിലുടനീളം തീവ്രമായിട്ടുള്ള ബോംബാക്രമണത്തിനിടയിൽ ഇസ്രയേൽ കര അധിനിവേശം ആരംഭിച്ചതോടെ സെപ്റ്റംബർ അവസാനം മുതൽ പോരാട്ടം ശക്തമായി. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിന് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് വടക്കൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന 60,000 ഇസ്രയേലി പൗരന്മാർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്നൊരു വർഷത്തിലേറെയായി സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു വരാനായിട്ടില്ല. ഈ പൗരന്മാരുടെ സുരക്ഷിതമായിട്ടുള്ള തിരിച്ചുവരവ് ഇസ്രയേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. സാധ്യമായ വെടിനിർത്തൽ കരാർ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ചില വടക്കൻ പട്ടണങ്ങളുടെ മേയർമാർ ഈ കരാറിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ കീഴടങ്ങൽ കരാർ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളയെ അതിർത്തി മേഖലയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ പര്യാപ്തമല്ല എന്നും ആരോപിക്കുന്നുണ്ട്. മടങ്ങി വരുന്ന താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കരാർ പരാജയപ്പെടുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. വടക്കൻ മേഖലയിൽ താമസിച്ചിരിക്കുന്നവരെ മടങ്ങി വരാൻ അനുവദിക്കുക എന്നതിലുപരി അവരുടെ തുറന്നുള്ള സുരക്ഷയ്ക്ക് മുൻഗണന ലഭ്യമാക്കണമെന്നാണ് ആ പ്രദേശങ്ങളിലെ മേയർമാർ പറയുന്നത്. ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഇപ്പോഴും പ്രശ്നമായി തുടരുമ്പോൾ ഇത് കരാറിന്റെ ജനപ്രതിനിധിയെയും പ്രാബല്യത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഈ കരാർ നെതന്യാഹുവിന്റെ സർക്കാരിന് മേൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കാനും പ്രതിപക്ഷത്തിനും പൊതു അഭിപ്രായത്തിനും ശക്തമായിട്ടുള്ള വാദങ്ങൾ നൽകാനും സാധ്യതയുണ്ട്. വെടിനിർത്തൽ നിലവിൽ വന്നാലും അതിന്റെ ദീർഘകാല ഫലങ്ങൾ പ്രാദേശിക സമാധാനത്തിനും ആഗോള നയതന്ത്രത്തിനും നിർണായകമായിരിക്കുമെന്നും രാജ്യത്തിനുള്ളിൽ പൊതു വിലയിരുത്തൽ ഉണ്ട്. വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയാണെന്നാണ് UN ഇസ്രയേൽ അംബാസഡർ ഡാനി ഡാനണും അറിയിച്ചിട്ടുള്ളത്.
കരാറിനൊപ്പം ഭീഷണികൾ നേരിടുന്നതിനുള്ള സൈനിക ശക്തി നിലനിർത്തുക എന്നത് ഇസ്രയേലിന്റെ ഒരു പ്രധാന ആവശ്യമാണ്. അതേസമയം ലെബനീസ് അധികൃതർ കരാർ നടപ്പാക്കുന്നതിൽ വലിയ പ്രതിസന്ധി ഇല്ല എന്ന് അവകാശപ്പെടുന്നു. ഇത് കരാർ വേഗത്തിൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യത ഉണ്ടാക്കുന്നതായിട്ടാണ് വിദേശ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാലും അത് എത്രത്തോളം പ്രാബല്യത്തിലാകുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ തങ്ങളുടെ സായുധ സേനയെ നിലനിർത്തണമെന്ന നെതന്യാഹുവിന്റെ പിടിവാശി തന്നെയാണ് ഇതിന് ഉദാഹരണമാകുന്നത്. ഇനി ട്രംപ് വന്ന് വടിയെടുത്താൽ നെതന്യാഹുവിന്റെ ചിന്തയ്ക്ക് മാറ്റമുണ്ടായേക്കാം എന്നും കരുതുന്നുണ്ട്.